നമസ്കാരം. എല്ലാവർക്കും കൊച്ചിൻ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്തകൾക്ക് എല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുന്നതിന് വേണ്ടിയാണ് ഈ വാർത്ത ഇവിടെ വായിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയും ലോക ഭീകരന്മാരിൽ ഒരാളായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഈ കഴിഞ്ഞ 9-ാം തീയതി കൊലപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മകനും അതുപോലെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയും വലതുപക്ഷ തീവ്രവാദി നേതാവായിട്ടുള്ള ബെൻഹറും മൊസാദിന്റെ തലവനും അതുപോലെ തന്നെ മിലിറ്ററി കമാൻഡർ ഉൾപ്പെടെ 6 പേര് വളരെ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിന് വാർത്ത ഇന്നേ വരെയായിട്ടും ഇസ്രായേൽ ഗവൺമെന്റോ അമേരിക്കയോ ഔദ്യോഗികമായിട്ട് ഇന്നുവരെ പുറത്തുവിട്ടിട്ടില്ല. അത് മറച്ചുവെക്കുന്നതിന് വേണ്ടി ഏക സഹായത്തോടെ വ്യാജ നിർമ്മിതികൾ ഉണ്ടാക്കിക്കൊണ്ട് ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള വ്യാജ സന്ദേശങ്ങളാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു 9-ാം തീയതി മരണപ്പെട്ടു. ഈ 6 പേരും ഇറാന്റെ ശക്തമായ ബോംബിങ്ങിൽ അവരുടെ ഉത്സംഗത്തിലേക്ക് ബോംബിങ് നടത്തി ഒരു 6 പേരും ക്രൂരമായ രീതിയിൽ കൊലപ്പെട്ടിരിക്കുന്നു. ഈ വാർത്ത കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യസ്നേഹികളും ദേശസ്നേഹികളും മനുഷ്യത്വമുള്ളവരും നമ്മുടെ ലോകത്തുണ്ട്. കാരണം ലോകം കണ്ട ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയിട്ടുള്ള ഭീകരപട്ടികയിൽ 3-ാമനാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറഞ്ഞ ഈ തെമ്മാടി. അതുകൊണ്ട് ഈ മരണത്തിൽ ഒരു രാജ്യവും അനുശോചിക്കാൻ സാധ്യതയില്ല. പിന്നെ സാധ്യതയുള്ളത് ഇന്ത്യയിലെ കുറച്ച് സംഘിക്കൂട്ടങ്ങളും അതുപോലെയുള്ള സംഘപരിവാറിന്റെ ചില ആസനം താങ്ങുന്നവർ മാത്രമാണ് ആ ഒരു മരണത്തിൽ അനുശോചിക്കുക. അല്ലാത്തവരാരും ഈ ക്രൂരായ ഭ്രാന്തരുടെ മരണത്തെ ആഗ്രഹിച്ചിരുന്നവരാണ് അധികം പേരും. അതുകൊണ്ട് ലോകം കാതോർത്തിരുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ വാർത്ത ഇത് ലോകത്ത് അത് ശക്തമായി പ്രതികരിക്കുകയാണ്. ഔദ്യോഗികമായി അമേരിക്കയോ ഇസ്രായേലോ ഇന്നുവരെയായിട്ടും അദ്ദേഹത്തിന്റെ മരണം ഔദ്യോഗിക പ്രഖ്യാപിച്ചിട്ടില്ല. ശവടങ്ങ് കഴിഞ്ഞുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഭീരുക്കളുടെ നാടാണ് ഇസ്രായേൽ. ഭീരുക്കളാണ് മരണസംഖ്യയും അല്ലെങ്കിൽ മരണപ്പെട്ടാലോ അത് മറച്ചു വെച്ചിട്ട് പട്ടാളക്കാരുടെയും മറ്റുള്ള ജനങ്ങളുടെയും എല്ലാം ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നുള്ളതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നെതന്യാഹുവിന്റെ മരണം ഏറ്റവും ആയിരിക്കുന്നത് ഇസ്രായേലുകൾ തന്നെയാണ്. കാരണം ഈ ക്രൂരനായ മനുഷ്യൻ കയറിയ ശേഷം അവിടെ ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിൽ പോലും ഇന്ന് വളരെ നല്ല രീതിയിൽ ആഹ്ലാദപ്രകടനം ഉൾപ്പെടെ അവിടെ നിന്നുകൊണ്ടിരിക്കുകയാണ്. 30% മാത്രമാണ് ഇദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചിക്കുന്നത്. 70% പേരും അവിടെ ഉത്സവത്തിന് പോയപ്പോഴാണ്. ഇദ്ദേഹത്തിന്റെ മകനും ഉൾപ്പെടെ ആണ് 6 പേര് മരണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ഭീകരവാദിയും ഒരു ഏകാധിപതിയും എല്ലാ കാലത്തും ഒരുപോലെ വിലസാനും പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധരെയും എല്ലാ ജനങ്ങളെയും കൊന്നടക്കി തന്റെ സ്വന്തം തെറ്റുകുറ്റങ്ങളും ക്രിമിനൽ മെന്റാലിറ്റി എല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടി കോടതിയുടെ മുമ്പിൽ കീഴടങ്ങാതിരിക്കാൻ വേണ്ടി പാവപ്പെട്ട 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് ഈ തെമ്മാടി കൊന്നടിക്കിട്ടുള്ളത്. അതുകൊണ്ട് ആ തെമ്മാടിക്കും തെമ്മാടി രാഷ്ട്രത്തിനും അർഹതപ്പെട്ട ശിക്ഷ കിട്ടിയിരിക്കുന്നു. അതിൽ ലോകം ഒന്നടങ്കം ആഘോഷിക്കുകയാണ്. ആ ആഘോഷത്തിൽ നമ്മൾ പങ്കുചേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.